നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ച SIT. പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടി ഇന്നുണ്ടായേക്കും. ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ വിമർശനം. പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. റിപ്പോർട്ട് ഇന്ന് തന്നെ നൽകണമെന്ന് കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ വികസനം ചർച്ചയായെന്ന് സൂചന. ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണും. നാളെ അമിത്ഷായുമായും കൂടിക്കാഴ്ച. +2 പരീക്ഷാഫലം ഇന്ന് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഫലം പ്രഖ്യാപിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലവും ഇന്നറിയാം. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും വിവിധ സൈറ്റുകൾ വഴിയും ഫലമറിയാം. വയനാട് മേപ്പാടി പുത്തുമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പുത്തുമല സ്വദേശിനി ജെസി. കാട്ടാന ആക്രമിച്ചത് ഭർത്താവ് ഷാജിയോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ. പ്രതിഷേധിച്ച് നാട്ടുകാർ. നഷ്ടപരിഹാരം നൽകുന്നത് വേഗത്തിലാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി അക്രമം കുറയ്ക്കാനുള്ള കർമ്മ പദ്ധതി 3 ഘട്ടമായി നടപ്പാക്കുമെന്നും മന്ത്രി. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുമെന്ന് DFO. സമാധാന ചർച്ചകൾക്കിടെ ഇറാനിൽ വീണ്ടും ആക്രമണം നടത്തി അമേരിക്ക. തെക്കൻ ഇറാനിൽ കനത്ത വ്യോമാക്രമണം. മിസൈൽ താവളങ്ങളെയാണ് ആക്രമിച്ചതെന്ന് US സൈന്യം. അമേരിക്കയുമായുള്ള തുടർ ചർച്ചയ്ക്ക് ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ഖത്തറിൽ. ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുന്നതിന് ഫലപ്രദമായ ചർച്ച ക്വാഡ് ഉച്ചകോടിയിൽ നടന്നുവെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. 1ാം ക്വാളിഫയറിൽ ബംഗളൂരുവും ഗുജറാത്തും ഏറ്റുമുട്ടും. മത്സരം രാത്രി 7:30 ധരംശാലയിൽ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ ഗൺമാൻമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ പ്രോസിക്യൂഷന് കടുത്ത വിമർശനം. നിലവിലുള്ള റിപ്പോർട്ട് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളുടേത്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയ റിപ്പോർട്ട് എവിടെ നിന്ന് കോടതി ചോദിച്ചു. വാർത്ത ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കോടതിക്ക് വേണ്ടത് വസ്തുതാപരമായ റിപ്പോർട്ടാണെന്നും ജഡ്ജി ഹണി M വർഗീസിന്റെ വിമർശനം. അതേസമയം ജാമ്യാപേക്ഷ ഇന്ന് വീണ്ടും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, കോടതി രൂക്ഷ വിമർശനമാണ് നടത്തിയിരിക്കുന്നത്. എന്താണ് വിഷയത്തിൽ കോടതി ഉന്നയിച്ചത്? പ്രോസിക്യൂഷന് കടുത്ത വിമർശനമായിരുന്നു കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. റിപ്പോർട്ട് നൽകാത്തത് തന്നെയാണ് പ്രധാന കാരണമായി കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇന്ന് കേസ് പരിഗണിക്കുമെന്ന് കോടതി മുൻപ് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷേ എന്തുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചില്ല എന്ന സുപ്രധാനമായ ചോദ്യമാണ് പ്രോസിക്യൂഷന് മുന്നിൽ കോടതി വെച്ചത്. ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എവിടെ എന്ന ചോദ്യം ഉണ്ടായി. അന്വേഷണ ഉദ്യോഗസ്ഥൻ DGP വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാൻ പോയി എന്ന മറുപടിയാണ് പ്രോസിക്യൂഷൻ നൽകിയത്. അതേസമയം അതിൽ കടുത്ത വിമർശനവും കോടതി ഉന്നയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനല്ല ഇവിടെ ആവശ്യം, മറിച്ച് റിപ്പോർട്ടാണ് കോടതിക്ക് വേണ്ടത് എന്നായിരുന്നു കോടതിയുടെ താക്കീത്. എന്തായാലും വിഷയത്തിൽ ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന കർശനമായ നിർദ്ദേശം കൂടി കോടതി പ്രോസിക്യൂഷന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ നിലയിൽ സമർപ്പിച്ചാൽ ഈ കേസ് പരിഗണിക്കാമെന്നാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നിലവിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താൻ പറ്റുന്ന വകുപ്പുകളില്ല. അതുകൊണ്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ല എന്ന ഒരു കാരണവും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. ഈ വാദം നടക്കുന്ന ഘട്ടത്തിൽ അക്രമം ബോധപൂർവമായ അക്രമം തന്നെയാണ് അയച്ചുവിട്ടത്. രാജാവിനില്ലാത്ത രാജഭക്തിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയതെന്ന വാദമാണ് ഈ വാദികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഇതിനെ പ്രതിരോധിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ ഓടിയെടുത്തപ്പോഴാണ് അത്തരത്തിൽ ഒരു സമീപനം ഉണ്ടായത് എന്നാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നുള്ളൊരു വാദം ഉണ്ടായത്. എന്തായാലും വിഷയവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാത്തത് തന്നെയാണ് പ്രോസിക്യൂഷൻ ഉണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി. ഇത്രയും ദിവസമായിട്ട് എന്തുകൊണ്ടാണ് റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തത് എന്ന ഏറ്റവും രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും റിപ്പോർട്ട് സമർപ്പിച്ചാൽ കേസ് പരിഗണിക്കാമെന്നും നിലവിൽ കോടതി അറിയിച്ചിട്ടുണ്ട്. മായ, ഗവൺമെന്റുമാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷന് നേരെ കോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. അജയാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻമാർ മർദ്ദിച്ച കേസിൽ അന്വേഷണ റിപ്പോർട്ട് SIT DGPക്ക് സമർപ്പിച്ചു. പോലീസുകാർക്കെതിരെ വകുപ്പുതല നടപടി ഇന്ന് തന്നെ ഉണ്ടാകും. ഗൺമാൻമാർക്കെതിരെ വകുപ്പുതല നടപടി വൈകുന്നതിൽ
കോൺഗ്രസിനുള്ളിൽ വിമർശനമുയരുന്നു. ഗൺമാൻ അനിൽ, എസ്കോർട്ട് പോലീസുകാരായ അരുൺ, വിപിൻ, സന്ദീപ് എന്നിവരെ സസ്പെൻഡ് ചെയ്തേക്കും. ഇവരെ നേരത്തെ കേസിൽ പ്രതിയാക്കിയിരുന്നു. വൈകാതെ ഇവർക്കെതിരെയുള്ള വകുപ്പുകൾ ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകും. ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളവരെ അന്യായമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ വധശ്രമ കേസെടുക്കാനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ കൂടിക്കാഴ്ച അവസാനിച്ചു. പ്രധാനമന്ത്രിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് സൂചന. ഉച്ചയ്ക്ക് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. നാളെ അമിത്ഷായുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച, അതിൽ കേരളത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ, വികസന ആവശ്യങ്ങളൊക്കെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാവും അല്ലേ? കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രിയും ഒപ്പം പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉയർന്നിട്ടുണ്ടാകാം. ഒരു പ്രാഥമിക കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായി പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നടത്തുകയാണ്. അതുകൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ തേടിക്കൊണ്ടുള്ള ചർച്ചകളായിരിക്കാം നടന്നിട്ടുള്ളത്. ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കും എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചത്. ഡൽഹിയിൽ വൈകിട്ട് 4:30 മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണും. അതിനു മുൻപായി ഡൽഹിയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായും വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ വികസന പദ്ധതികൾ, കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ട ധനവിനിയോഗം, ഇതെല്ലാം തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. പ്രധാനമന്ത്രിക്കും കഥകളിയുടെ കൃഷ്ണരൂപമാണ് വി.ഡി. സതീശൻ സമ്മാനമായി നൽകിയിട്ടുള്ളത്. എന്തെല്ലാം വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നുള്ള കാര്യം അദ്ദേഹം ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിൽ അറിയിക്കും. റെയിൽവേ വികസനം, തുറമുഖ വികസനം, കേരളത്തിലെ എയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്തരത്തിൽ നിരവധി വികസന പദ്ധതികൾ നിലവിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് മുൻപിലുണ്ട്. ഒപ്പം മുൻപ് പല കേന്ദ്ര പദ്ധതികളിലും കേരളത്തിലേക്ക് ഫണ്ട് ലഭിക്കുന്നില്ല എന്ന പരാതി സംസ്ഥാന സർക്കാരും ഫണ്ട് ലഭിക്കാത്തത് കൃത്യമായിട്ടുള്ള ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് തിരികെ നൽകാത്തത് കൊണ്ടാണെന്ന വിശദീകരണം കേന്ദ്ര സർക്കാരും നൽകിയിരുന്നു. ഈ വിഷയത്തിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച ധനമന്ത്രിയുമായും പ്രധാനമന്ത്രിയുമായും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. മായ. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഡൽഹിയിൽ നിന്ന്. സംസ്ഥാനത്തെ +2 പരീക്ഷാഫലം ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 3 മണിക്ക് സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീനാണ് പ്രഖ്യാപനം നടത്തുക. 2ാം വർഷ ഹയർ സെക്കൻഡറി ഫലത്തിനൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും അറിയാനാവും. വിവിധ വെബ്സൈറ്റുകളിലും മൊബൈൽ ആപ്ലിക്കേഷനുകൾ വഴിയും ഫലം ലഭ്യമാകും. 4,52,437 വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പരീക്ഷ റദ്ദാക്കിയ ഗൾഫ് മേഖലയിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലവും ഇന്ന് പ്രസിദ്ധീകരിക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി മന്ത്രി N. ഷംസുദ്ദീൻ അറിയിച്ചു. പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ പരീക്ഷാഫല പ്രഖ്യാപനം കൂടിയാണ് ഇത്. ജൂൺ 10 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും. വയനാട് മേപ്പാടി പുത്തുമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതിക്ക് ദാരുണാന്ത്യം. പുത്തുമല സ്വദേശിനി ജെസ്സിയാണ് മരിച്ചത്. രാവിലെ ഭർത്താവ് ഷാജിയോടൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കവേ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഷാജിക്കും പരിക്കേറ്റു. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വയനാട് സൗത്ത് DFO ആഷിഖ് അലി അറിയിച്ചു. 30 ലക്ഷം രൂപ ധനസഹായം നൽകാനുള്ള ശുപാർശ സർക്കാർ നൽകും. കുടുംബത്തിൽ ഒരാൾക്ക് സ്ഥിരം ജോലി നൽകാനുള്ള ശുപാർശ സർക്കാരിന് കൈമാറുമെന്നും മേഖലയിലെ അടിക്കാട് വെട്ടാനുള്ള നടപടി സ്വീകരിക്കുമെന്നും DFO പറഞ്ഞു. പ്രദേശത്ത് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുമെന്നും DFO കൂട്ടിച്ചേർത്തു. വന്യജീവി അക്രമം സങ്കീർണമായ വിഷയമാണെന്നും വയനാട് മേപ്പാടി പുത്തുമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ജെസ്സി കൊല്ലപ്പെട്ടത് സോളാർ ഫെൻസിംഗ് ഉള്ള സ്ഥലത്തായിരുന്നുവെന്നും വനമന്ത്രി ഷിബു ബേബി ജോൺ. സോളാർ ഫെൻസിംഗ് പലയിടത്തും പൂർണ്ണമല്ല എന്നും മുൻകാലങ്ങളിൽ സർക്കാർ ഇക്കാര്യങ്ങളിൽ സ്വീകരിച്ച നടപടികൾ ഫലപ്രദമായിരുന്നില്ല എന്നും വന്യജീവി അക്രമം കുറയ്ക്കാനുള്ള കർമ്മ പദ്ധതി 3 ഘട്ടങ്ങളായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ജെസ്സിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് വേഗത്തിലാക്കും. നഷ്ടപരിഹാരം നൽകുന്നത് ഏകീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിൽ മന്ത്രി പ്രതികരിച്ചു. ഇതിൽ ആദ്യത്തെ ഇത് തന്നെ എവിടെ ആനിമൽ സൈറ്റിംഗ് ഉണ്ടെങ്കിലും ആ നിമിഷം എന്നെ അറിയിക്കണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 6:30 മണിക്ക് ഈ സംഭവം ഉണ്ടായി. 7 മണിക്ക് മുമ്പായിട്ട് തന്നെ എനിക്ക് വിവരം കിട്ടി. ഉദ്യോഗസ്ഥരെ അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ ഭർത്താവ് ഷാജിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്ന് മന്ത്രി T. സിദ്ദിഖ്.
കുടുംബത്തിൽ ഒരാൾക്ക് ജോലി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്നും താൽക്കാലിക ജോലി ഉടൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കാട്ടാന ആക്രമണം ഉൾപ്പെടെ വന്യമൃഗശല്യം പ്രതിരോധിക്കുന്നതിനായി സർക്കാർ തലത്തിൽ വിശദമായ ചർച്ച നടത്തുമെന്നും ടി സിദ്ദിഖ് പറഞ്ഞു. അടിയന്തര സഹായമായി 10 ലക്ഷം രൂപ കുടുംബത്തിന് നൽകാനുള്ള നടപടി ബഹുമാനപ്പെട്ട വനം മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തുക കൈമാറാനുള്ള നടപടികളിലേക്ക് വനം വകുപ്പ് കടന്നിട്ടുണ്ട്. പിന്നെ 10,000 രൂപ മരണാനന്തര കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി വേണം എന്നുള്ള ഒരാവശ്യം ഉയർന്നിട്ടുണ്ട്. അത് വളരെ ഗൗരവത്തോടു കൂടി സർക്കാർ പരിഗണിക്കും. ബഹുമാനപ്പെട്ട വനം മന്ത്രിയുമായി ആ കാര്യം സംസാരിച്ചു. മുഖ്യമന്ത്രിയോടും അത് സംസാരിക്കുന്നുണ്ട്. രാജ്യത്ത് CNG വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു. കിലോയ്ക്ക് 2 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഡൽഹിയിൽ പുതിയ നിരക്ക് 83 രൂപ 9 പൈസയായി. കഴിഞ്ഞ 11 ദിവസത്തിനുള്ളിൽ മാത്രം CNG വിലയിൽ ആകെ 7 രൂപയുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന 4ാമത്തെ വർധനവാണ് ഇത്. അന്താരാഷ്ട്ര വിപണിയിൽ പ്രകൃതിവാതകത്തിനുണ്ടായ വിലവർദ്ധനവും ഇറക്കുമതി ചെലവ് കൂടിയതുമാണ് വില കൂട്ടാൻ കാരണമെന്ന് കമ്പനികൾ വ്യക്തമാക്കി. US ഇറാൻ സംഘർഷത്തിനിടയിൽ ആഗോള എണ്ണ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇത് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഡൽഹിയിൽ പുതിയ നിരക്ക് 83 രൂപ 9 പൈസയായി. കഴിഞ്ഞ 11 ദിവസത്തിനുള്ളിൽ മാത്രം CNG വിലയിൽ 7 രൂപയുടെ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന 4ാമത്തെ വർധനവാണിത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലയിലും വൻ വർധനവാണ് ഉണ്ടായത്. തിങ്കളാഴ്ച മാത്രം പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും വർദ്ധിപ്പിച്ചു. മെയ് 15 ശേഷം മാത്രം ഇന്ധനവിലയിൽ 7 രൂപ 50 പൈസയുടെ വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇന്ധനവില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് എണ്ണ കമ്പനികൾ നൽകുന്ന സൂചന. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന് വില കൂടിയത് മൂലമുള്ള നഷ്ടം നികത്തുന്നതിനൊപ്പം പാചകവാതകം ഉൾപ്പെടെയുള്ളവയ്ക്ക് മുൻപുണ്ടായ നഷ്ടം കൂടി ഈടാക്കാനാണ് പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ ശ്രമം. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യത്ത് ആവശ്യത്തിന് ഇന്ധനശേഖരമുണ്ട് എന്ന് പെട്രോളിയം മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വിലവർദ്ധനവ് അനിവാര്യമാണെന്നാണ് സർക്കാർ നിലപാട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. സമുദ്രമേഖലയിൽ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ ചരക്ക് നീക്കം സംബന്ധിച്ച് ക്വാഡ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചർച്ച ചെയ്തതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഊർജ്ജ മേഖലയിലെ പ്രതിസന്ധി മറികടക്കുന്നതിന് ഫലപ്രദമായ ചർച്ച നടന്നു. ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ, സാങ്കേതിക വിദ്യ കൈമാറ്റം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും S. ജയശങ്കർ വ്യക്തമാക്കി. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നിവിടങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. We've just concluded a very substantive and productive meeting of the Quad foreign ministers, and I thank Penny, Toshi, Marco for being here, making the effort, and for what's, as I said, been a very, very good meeting. Now, this is our first meeting in 2026. We had met twice in 2025. Understandably, much of the discussions and indeed the bilateral exchanges were devoted to the current state of the world. പശ്ചിമേഷ്യൻ സംഘർഷ പരിഹാര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാന് നേരെ അമേരിക്കൻ ആക്രമണം. തെക്കൻ ഇറാനിൽ അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തി. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. അതേസമയം അമേരിക്കയുമായുള്ള തുടർ ചർച്ചകൾക്കായി ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ഖത്തറിലെത്തി. അമേരിക്ക ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് സുപ്രധാന പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇറാനിൽ അമേരിക്കൻ ആക്രമണം. തെക്കൻ ഇറാനിൽ അമേരിക്ക കനത്ത വ്യോമാക്രമണം നടത്തി. ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലും സമീപ പ്രദേശങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബന്ദർ അബ്ബാസ് മേഖലയിൽ 3 തവണ സ്ഫോടനം കേട്ടതായാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഏപ്രിൽ 8 നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ലംഘനമാണ് നിലവിൽ നടന്നിരിക്കുന്നത്. ഇറാനുമായുള്ള സമാധാന കരാറിന്റെ ഭൂരിഭാഗം ചർച്ചകളും പൂർത്തിയായതായും വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നുമാണ് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതായും ട്രംപ്
ട്രൂത്ത് സോഷ്യലിലൂടെ അവകാശപ്പെട്ടിരുന്നു. സമാധാന ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ആക്രമണം ഉണ്ടായത്. അതേസമയം പ്രതിരോധ നടപടിയുടെ ഭാഗമായാണ് ആക്രമണമെന്നാണ് അമേരിക്കയുടെ പ്രതികരണം. അമേരിക്കയുമായുള്ള തുടർചർച്ചയ്ക്ക് ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ഖത്തറിൽ എത്തിയിട്ടുണ്ട്. ആക്രമണത്തോട് ഇറാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ ഒരു ദിവസമാണ് ഇന്ന്. കൃത്യം 12 വർഷങ്ങൾക്ക് മുമ്പ് 2014 മെയ് 26 ഇന്ത്യയുടെ ഭരണചക്രം തിരുത്തിയെഴുതിയ ഒരു പുതിയ യുഗം പിറന്നു. രാഷ്ട്രപതി ഭവന്റെ പടവുകളിൽ വെച്ച് 15ാമത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് കേവലം ഒരു അധികാര കൈമാറ്റമായിരുന്നില്ല. പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ സമവാക്യങ്ങളെ കാറ്റിൽ പറത്തി വികസനം എന്ന അജണ്ടയിൽ മാത്രം ഊന്നിയുള്ള ഒരു പുതിയ ഇന്ത്യയുടെ പ്രഖ്യാപനമായിരുന്നു അത്. श्री नरेंद्र दामोदर दास मोदी। मैं നരേന്ദ്ര ദാമോദർദാസ് മോദി. രാജ്യം ആവേശത്തോടെ ഉറ്റുനോക്കിയ നിമിഷങ്ങൾ. രാഷ്ട്രപതി ഭവന്റെ പടവുകളിൽ ഇന്ത്യയുടെ 15ാമത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ അത് വെറുമൊരു ഭരണമാറ്റമായിരുന്നില്ല. ദശാബ്ദങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്ന സ്ഥിരതകളെയും സമവാക്യങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് വികസനം എന്ന അജണ്ട മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പുതിയ ഭരണശൈലിക്ക് അവിടെ തുടക്കമിടുകയായിരുന്നു. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത അതിഥികളുടെ നിര തന്നെ അതിന് തെളിവാണ്. അയൽ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രം ഇനി പുതിയൊരു തരത്തിലായിരിക്കുമെന്ന് ആ വേദി ലോകത്തിനു മുന്നിൽ വിളിച്ചു പറഞ്ഞു. തൊഴിലില്ലായ്മയ്ക്കും അഴിമതിക്കുമെതിരെ വികസനത്തിന്റെ പുതിയ പാതകൾ തുറക്കുമെന്ന ഉറപ്പായിരുന്നു അന്ന് നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ആ വലിയ പ്രഖ്യാപനത്തിന് അന്ന് തുടക്കമായി. ഒരു സാധാരണക്കാരന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉയർന്നു വന്ന നേതാവ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ സാരഥിയായപ്പോൾ ഇന്ത്യക്കാരുടെ ആത്മവിശ്വാസമാണ് അന്ന് വാനോളം ഉയർന്നത്. 12 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യ ആഗോള വേദിയിൽ അടയാളപ്പെടുത്തുന്ന ഓരോ വിജയത്തിന് പിന്നിലും ആ മെയ് 26 കരുത്തുണ്ട്. അന്ന് തുടങ്ങിയ ആ യാത്ര ഇന്ത്യയെ ഏതുയരങ്ങളിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് നേരിട്ട് കാണുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്താളുകളിൽ ഏറ്റവും തിളക്കത്തോട് ചേർത്തു നിർത്തേണ്ട ഒരധ്യായമാണ് 2014 മെയ് 26. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഒടുവിൽ ഹർഷിനയ്ക്ക് നീതി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓഫീസ് അസിസ്റ്റന്റായി ഹർഷിന ജോലിയിൽ പ്രവേശിച്ചു. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിനയ്ക്ക് ഇന്നലെയാണ് ജോലിയിൽ പ്രവേശിക്കാൻ സർക്കാർ ഉത്തരവ് ലഭിച്ചത്. 2017 ഹർഷിന 3ാമത്തെ പ്രസവത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയത്. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങുകയും ചെയ്തു. 2022 സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ കത്രിക വയറ്റിൽ കുടുങ്ങിയതായി കണ്ടെത്തിയത്. തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളടക്കം നടന്നു. 2 ഡോക്ടർമാരെയും 2 നഴ്സുമാരെയും പ്രതി ചേർത്ത് കുറ്റപത്രവും തയ്യാറാക്കി. പക്ഷേ നടപടിയൊന്നും ഉണ്ടായില്ല. നഷ്ടപരിഹാരവും ലഭിച്ചില്ല. സമരത്തിന് സമ്പൂർണ്ണ പിന്തുണയാണ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് നൽകിയത്. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം ആദ്യമായാണ് ഹർഷിന മുഖ്യമന്ത്രി വി.ഡി. സതീശനെ ഇന്നലെ കണ്ടത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ജോലിക്ക് പുറമെ നഷ്ടപരിഹാരവും തുടർ ചികിത്സയും ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും വാക്കു നൽകിയെന്നും ഹർഷിന പറഞ്ഞു. നഷ്ടപരിഹാരം നമ്മൾ ഇന്നലെ വി.ഡി. സതീശൻ സാറിന് കണ്ടു. നമ്മളെ കൂടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമ്മളെ കൂടെ ഉള്ള അന്ന് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. തുടർ ചികിത്സ മുഖ്യമന്ത്രി പേഴ്സണലായിട്ട് ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തതാണ്. അത് സർക്കാരിന്റെ ഒന്നും വേണ്ട, ഞാൻ ഏറ്റെടുത്തതാണ്. കോമ്പൻസേഷൻ 1 രൂപ പോലും അത് നിങ്ങൾ ചികിത്സക്ക് ചെലവാക്കേണ്ടതില്ല, ഞാൻ പേഴ്സണലി ഏറ്റെടുത്തു എന്നും ഉറപ്പ് തന്നിട്ടുണ്ട്. ഇത് പോരാട്ടത്തിന്റെ വിജയമാണെന്നും കേരളം ആഗ്രഹിച്ച മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശനെന്നും ആരോഗ്യവകുപ്പ് മന്ത്രിയെക്കുറിച്ച് മനസ്സിലുണ്ടായ ചിത്രം മാറിയെന്നും ഹർഷിന പറഞ്ഞു. ആഗ്രഹിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെന്തായാലും തുടർന്നും മുന്നോട്ട് അത്രയും നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളതിൽ മനുഷ്യർ ജനങ്ങളെ കൂടെ നിൽക്കും. പിന്നെ ആരോഗ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിലുള്ള ഒരു പിക്ചർ ഉണ്ടല്ലോ, ഇത്രയും കാലം കൊണ്ട് നമ്മളെ കൂടെ നിന്ന് കൂടെ ഉണ്ട് എന്ന് കുറെ കാലമല്ലോ പറയുന്നത്, നിങ്ങളോടൊക്കെ പറയുന്നത്. അപ്പൊ കൂടെ ഉണ്ട് എന്ന് പറയാതെ കൂടെ നിന്ന് ആരോഗ്യമന്ത്രി. ഇതോടെ വൈകിയെങ്കിലും വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന് പരിഹാരം ഉണ്ടായതിന്റെ ആശ്വാസത്തിലാണ് ഹർഷിനയുടെ കുടുംബവും സമരസമിതിയും. അമൃത ന്യൂസ്, കോഴിക്കോട്. മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ 2 പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അലീന, മഞ്ജിമ എന്നീ പ്രതികളെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളുടെ പണമിടപാടുകളിൽ വ്യക്തത വരുത്താനാണ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. 1-ാം പ്രതി സിന്ധുവും അലീനയും മഞ്ജിമയുമായി നിരവധി തവണ പണമിടപാടുകൾ നടന്നിട്ടുണ്ട്. അലീനയുടെ സുഹൃത്തും ഗുണ്ടാ നേതാവുമായ ഔറംഗസീബിനെയും സിന്ധു പണം നൽകി.
പ്രതികളുടെ സാന്നിധ്യത്തിൽ ഫോൺ രേഖകളും പണം ഇടപാടുകളും പരിശോധിക്കണമെന്നും പോലീസ് കസ്റ്റഡിയിൽ അപേക്ഷയിൽ പറയുന്നു. നാളെ വൈകിട്ട് 5 വരെയാണ് കസ്റ്റഡി അനുവദിച്ചത്. ഇന്ന് ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ അറഫ സംഗമം. ഇന്നലെ തമ്പുകളുടെ നഗരമായ മിനായിൽ രാപ്പാർത്ത ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ അറഫ മൈതാനിയിലേക്ക് ഒഴുകിയെത്തി. ഇഹ്റാം വസ്ത്രമണിഞ്ഞ് ഒരേ മനസ്സോടെയുള്ള വിശ്വാസികളുടെ പ്രാർത്ഥനകൾ മുഖരിതമാണ് ഇപ്പോൾ അറഫ ഭൂമി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരും സൗദിയിലെ ആഭ്യന്തര തീർത്ഥാടകർ ഉൾപ്പെടെ 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന തൽബിയത്ത് മന്ത്രങ്ങളുമായി അറഫ മൈതാനിയിൽ ഒത്തുചേർന്നിരിക്കുന്നത്. ഹജ്ജിലെ ഏറ്റവും സുപ്രധാന കർമ്മമാണ് അറഫയിലെ സംഗമം. ഹജ്ജ് എന്നാൽ അറഫയാണെന്നാണ് പ്രമാണം. പ്രാർത്ഥനകൾക്കേറെ ഉത്തരം ലഭിക്കുന്ന ഈ പുണ്യദിനത്തിൽ പരലോക മോക്ഷത്തിനായി ഓരോ തീർത്ഥാടകനും ഉള്ളുരുകി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീളുന്ന പ്രാർത്ഥനാ നിർഭരമായ ഈ സംഗമം ഉച്ച നമസ്കാര സമയത്ത് അറഫയിലെ മസ്ജിദ് നമീറയിൽ പ്രവാചകന്റെ വിട്ടുവാങ്ങൽ പ്രസംഗത്തെ അനുസ്മരിപ്പിച്ച് ഇമാം ഖുതുബ നിർവഹിക്കും. തുടർന്ന് ളുഹറും അസ്റും ഒന്നിച്ച് നമസ്കരിക്കുന്ന തീർത്ഥാടകർ സൂര്യാസ്തമയത്തിന് ശേഷം രാപാർക്കാനായി മുസ്തലിഫയിലേക്ക് നീങ്ങും. തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനുമായി വിപുലമായ ഒരുക്കങ്ങളാണ് സൗദി സർക്കാർ സജ്ജീകരിച്ചിരിക്കുന്നത്. സുൽഫിഖ്റുദായ്, അമൃത ന്യൂസ്, ജിദ്ദ. 55 വർഷത്തെ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി CPIയുടെ ഇടുക്കിയിലെ മുതിർന്ന നേതാവ് KK ശിവരാമൻ. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും തന്നെ പുറത്താക്കിയതായി അറിഞ്ഞു. പാർട്ടി അംഗമായി തുടരാൻ ആരുടെയും ഔദാര്യം വേണ്ട. പാർട്ടി മെമ്പർഷിപ്പ് രാജിവെക്കുന്നതായും KK ശിവരാമൻ പറഞ്ഞു. 56 വർഷക്കാലം നീണ്ടുനിന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. പാർട്ടി മെമ്പർഷിപ്പിൽ തുടരാനുള്ള ഒരു ഔദാര്യം എന്നോട് കാണിച്ചിട്ടുണ്ട്. പത്തനംതിട്ട തിരുവല്ലയിൽ MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. കാവുംഭാഗം സ്വദേശി രഞ്ജിത്ത് R, പൊടിയാടി സ്വദേശി ശ്യാം S കുമാർ എന്നിവരാണ് പിടിയിലായത്. യുവാക്കളിൽ നിന്ന് 1.167 ഗ്രാം MDMA പിടിച്ചെടുത്തു. കാറിൽ നിന്നാണ് ലഹരി പിടിച്ചെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇന്റർസിറ്റി എക്സ്പ്രസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. മംഗലാപുരത്തേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. 3 മിനിറ്റോളം ട്രെയിൻ കാഞ്ഞങ്ങാട് തടഞ്ഞു വെക്കുകയുണ്ടായി. തുടർന്ന് മുദ്രാവാക്യം മുഴക്കി ട്രെയിൻ തടഞ്ഞ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ RPFും പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി. DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ തുടങ്ങിയവർ ട്രെയിൻ തടയലിന് നേതൃത്വം നൽകി. IPL പ്ലേ ഓഫ് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം. ആദ്യ പ്ലേ ഓഫ് പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ധരംശാലയിലാണ് മത്സരം. ഒപ്പത്തിനൊപ്പമുള്ള 2 ടീമുകൾ. IPL നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും മുൻ ചാമ്പ്യന്മാരായ ഗുജറാത്ത് ടൈറ്റൻസും നേർക്കുനേർ വരുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. ബാറ്റിംഗിലും ബൌളിംഗിലും ഒരുപോലെ കരുത്തരാണ് ഇരു ടീമുകളും. 14 കളിയിൽ ബംഗളൂരുവും ഗുജറാത്തും 18 പോയിന്റ് വീതം നേടിയപ്പോൾ 1ഉം 2ഉം സ്ഥാനക്കാരെ നിശ്ചയിച്ചത് റൺ നിരക്കിന്റെ വ്യത്യാസത്തിലായിരുന്നു. ഈ സീസണിൽ ഏറ്റവും കുറച്ച് താരങ്ങളെ പരീക്ഷിച്ച ടീമുകളാണ് ബംഗളൂരുവും ഗുജറാത്തും. വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് ബംഗളൂരുവിന്റെ പ്രതീക്ഷ. വെങ്കടേഷ് അയ്യരും ദേവദത്ത് പടിക്കലും രജത് പട്ടിദാറും കൃണാൽ പാണ്ഡെയും ടിം ഡേവിഡുമെല്ലാം പ്രതീക്ഷയേകുന്ന താരങ്ങളാണ്. എവിടെയെങ്കിലും പിഴച്ചാൽ അത് തിരുത്തി മികച്ച സ്കോറിലേക്ക് നയിക്കാൻ പറ്റാവുന്ന സംഘമാണ് ബംഗളൂരുവിന്റെ കരുത്ത്. ബൌളിംഗ് യൂണിറ്റിൽ ഭുവനേശ്വർ കുമാർ പ്രതീക്ഷയാണ്. ജോഷ് ഹേസൽവുഡും റാസിക് സലാം ദറുമെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് ടീമിന് ജയം സമ്മാനിക്കുമെന്ന ഉറപ്പ്. ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ ത്രയത്തിലൂടെയാകും ഗുജറാത്ത് ടൈറ്റൻസിന്റെ മറുപടി. റൺവേട്ടക്കാരിൽ 1ഉം 2ഉം സ്ഥാനക്കാരായ സായ് സുദർശനും ശുഭ്മൻ ഗില്ലും നൽകുന്ന തുടക്കം ഗുജറാത്തിന് ഏറെ നിർണായകമാണ്. കഗീസോ റബാദ, മുഹമ്മദ് സിറാജ്, ജേസൺ ഹോൾഡർ, റാഷിദ് ഖാൻ എന്നിങ്ങനെ ശക്തമായ ബൌളിംഗ് സംഘവും ഗുജറാത്തിനുണ്ട്. ബാറ്റിംഗ് പിച്ചായ ധരംശാലയിൽ ആരൊക്കെ തകർത്താടുമെന്ന് കാത്തിരുന്ന് കാണാം. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.